ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കരാർ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. ട്രംപിന് 100ാം ദിനത്തിലേക്ക് ട്രംപിൻ്റെ ഭരണം കടക്കുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യയുമായ ഒരു കരാർ അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ കരാറിൽ നിന്ന് യഥാർത്ഥ കരാറിലേക്ക് പോകാനുള്ള ഒരു തടസ്സം എന്താണ്, ഈ കരാറിൽ എന്താണ് തടസ്സം എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കതിലൊരു പ്രശ്നം കാണാനായിട്ട് സാധിക്കും. ഈ പ്രശ്നമാണ് ഇന്ത്യ US വ്യാപാര കരാറിനെ, യഥാർത്ഥ കരാറിനെ സ്തംഭിപ്പിക്കുന്നത്. 8 കോടി കർഷകർക്കാണ് ഈ കരാർ കൊണ്ട് നാശനഷ്ടം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇന്ത്യ US തമ്മിലുള്ള കരാറിനെക്കുറിച്ച് ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. കഴിഞ്ഞ 15 ദിവസമായിട്ട് റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യം ചർച്ച ചെയ്യാനായിട്ട് ഇന്ത്യൻ പ്രതിനിധികൾ ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളതും നമുക്ക് എടുത്തു കാണേണ്ട ഒരു വസ്തുതയാണ്. 2ാമത്തെ തവണയാണ് ഇപ്പോൾ അവരവിടെ പോകുന്നത്. ട്രംപിൻ്റെ താരിഫുകൾ നടപ്പാക്കുന്നതിനുള്ള പുതിയ സമയപരിധിയായിട്ടുള്ള 2025 ഓഗസ്റ്റ് 1 മുമ്പ് ഒരു പ്രധാന പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് ഇരു രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും US വ്യാപാര കരാർ കാർഷിക പാൽ ഉൽപ്പന്നങ്ങളുടെ വിഷയത്തിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതായത് അവർക്ക് അവരുടെ പാൽ ഇങ്ങോട്ടേക്ക് ഇറക്കണം, എന്നാൽ ഇന്ത്യ അതിന് അനുവദിക്കുന്നില്ല. കാർഷിക പാൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യൻ വിപണി തുറക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു. അതേസമയം ഈ വിഷയത്തിൽ ഇന്ത്യ ഉറച്ച നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒരു സമ്മർദ്ദത്തിനും വിധേയമാകാതെ കർഷകരുടെ താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് വ്യക്തമായി ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഈ നിലപാട് കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ നിലവിൽ സ്തംഭിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഇന്ത്യയിലെ ഈ മേഖല 8 കോടി ആളുകൾക്ക് നേരിട്ട് തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ തങ്ങളുടെ ക്ഷീരമേഖലയെ അമേരിക്കൻ പാൽ ഉൽപ്പന്നങ്ങൾക്ക് തുറന്നു കൊടുത്താൽ അത് പാലിൻ്റെ വിലയിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുമെന്ന് കൃത്യമായി ഇന്ത്യക്ക് അറിയാം. വില 15 മുതൽ 20% വരെ കുറയാൻ സാധ്യതയുണ്ട്. ഇത് കർഷകരുടെ വരുമാനത്തിൽ 1.8 ലക്ഷം കോടി രൂപയുടെ നഷ്ടത്തിന് കാരണമായിരിക്കും. വിതരണ ശൃംഖലകളിലെ മാറ്റങ്ങളും ഇതിന് കാരണമാകും. ഇതിൽ കർഷകർക്ക് പ്രതിവർഷം 1.03 ലക്ഷം കോടി രൂപ നഷ്ടം ഉണ്ടാകും. അമേരിക്കൻ പാൽ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത സബ്സിഡികൾ നൽകുന്നത് ഇന്ത്യയിലെ ക്ഷീരമേഖലയിലെ ആശ്രയിക്കുന്ന ചെറുകിട കർഷകരുടെ ഉപജീവന മാർഗത്തെ നേരിട്ട് ബാധിക്കും. ഇന്ത്യയിലെ പാൽ ഇറക്കുമതി ഏകദേശം 25 ദശലക്ഷം ടൺ വർദ്ധിക്കും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു ഉറച്ച നിലപാടിൽ നിലനിൽക്കുകയാണ്. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ US നിന്നുള്ള വലിയ സബ്സിഡികൾ ഉപയോഗിച്ച് പാൽ, കോഴി, ജനിതകമാറ്റം വരുത്തിയ സോയ, അരി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഭീഷണിയാണ് ഉയർത്താൻ പോകുന്നത്. അതിനാൽ US ഈ ആവശ്യം കേന്ദ്ര സർക്കാർ വഴങ്ങിക്കൊടുത്തിട്ടില്ല. ഈ ആവശ്യത്തിന് FTA ഇന്ത്യക്കും US-നും ഒരുപോലെ പ്രയോജനകരമായിട്ടുള്ള ഒരു കരാറായിരിക്കുമെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ പറഞ്ഞിരുന്നു. വ്യാപാര കരാറിനായി യാതൊരു സമ്മർദ്ദവുമില്ലെന്നും കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും പറഞ്ഞിരുന്നു. ഇന്ത്യൻ കർഷകരുടെ താൽപ്പര്യം കണക്കിലെടുത്ത് മാത്രമേ ഞങ്ങൾ തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് കേന്ദ്രത്തിൻ്റെ നിലവിലത്തെ നിലപാട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.